മന്മതാ 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 അതും കൊണ്ട് വരിക. ഓ മൊയ്തുക്ക. ഓ മൊയ്തുക്കല്ല, കെ കെ മൊയ്തുക്ക, കെ കെ കണ്ടത്തിൽ. അല്ല മണ്ടുവോ, ഇന്ന് എത്ര ഡേറ്റ്? 11 അല്ലേ? എനിക്ക് വാടക തരേണ്ട ദിവസം എന്നാ? 1-ാം തീയതി അല്ലേ? 10 ദിവസം കൊണ്ട് കഴിഞ്ഞ് എന്റെ വാടക എവിടെ? തന്നല്ലോ. ആര് പടച്ചോൻ കൊണ്ട് തന്നു ഞമ്മക്ക് നിങ്ങളെ വാടക? അല്ല, മിനിഞ്ഞാന്ന് ഇക്ക ഇവിടെ വരുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ പൈസ തന്നല്ലോ. മിഞ്ഞാന്ന് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എനിക്ക് നമ്മളെ കാതിർക്ക മയ്യത്തതിന്റെ പേര് ഞാൻ കുറച്ച് തിരക്കായി പോയി. അന്ന് ഓനെ വിളിച്ചിട്ട് പറഞ്ഞു ഓനെ അങ്ങോട്ട് എത്തിക്കാന്ന് എന്റെ പെരയിലേക്ക്. പിന്നെ ഓനെ അങ്ങോട്ട് കണ്ടിട്ടില്ല, മസ്ജിദ് കണ്ടില്ല. ഓനെ വിളിക്ക്. മന്മതേട്ടാ എന്താക്കോ കുളിക്കാണ്. ഈ പിശാചൊക്കെ കുളിച്ചിട്ട് എന്ത് കാര്യമാണ്? ഏതെങ്കിലും ഒരു മാസങ്ങൾ നമ്മളെ പെരയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ഈ കൊണ്ടു തന്നിനോ വാടക? എന്റെ പേര് കൊണ്ടു തന്നിനി? ഇക്ക ഒരു മിനിറ്റ് ഇക്ക, നിങ്ങളുടെ കയ്യിൽ ഞാൻ 6000 രൂപ തന്നോ വാടക? വാ തുറന്ന് പറയേ, എന്നിട്ട് അത് ഇക്കാക്കി കൊടുത്തോ? മൊയ്തുക്ക, കാശും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലേ? ഈ കാശുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് വലിയൊരു സംഭവം ഉണ്ടായി. എന്ത്? ആ കവല എത്തിയപ്പോഴേക്കും അവിടെ ഈ ക്യാൻസർ ബാധിതരായ ആൾക്കാർക്കും നിർധനരായ രോഗികൾക്കും വേണ്ടിയിട്ട് ചികിത്സാ സഹായ പദ്ധതിയിൽ കാശ് സ്വരൂപിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഈ കാശ് അതിലേക്ക് കൊടുത്തു. എന്ത് പദ്ധതി? കാരുണ്യ ലോട്ടറി. 6000 രൂപയ്ക്ക് നിങ്ങൾ ലോട്ടറി എടുത്തോ? 6000 രൂപയ്ക്ക് എടുത്തോളൂ. എന്തിന്റെ പ്രാന്താണ്ട് ഉണക്ക്? ഈ ദുനിയാവിൽ ആർക്കെങ്കിലും ഉണ്ടാവും ഉമ്മാരി പ്രാന്ത്? 6000 രൂപ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വന്നതാ? ഈ എന്തിനു ജീവിക്കാണ്ടോ ഇങ്ങനെ? ഇപ്പൊ നമ്മളെ വാടക അല്ലാണ്ട് അറിയാമെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ജീവിക്കണ ഒരാളാ. പോത്ത് പോലെ ഉണ്ടല്ലോ ഈ. അനക്കെന്തെങ്കിലും പണിക്ക് പോയിക്കോടെ? നോക്ക്, എന്റെ വാടക നാളെ കിട്ടിയില്ലെങ്കിൽ നാളെ ഇവിടുന്ന് 2 ആളും പടിയിറങ്ങണം. ഈ പെരക്ക് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഞമ്മക്ക് കൃത്യമായിട്ട് കായിട്ടു, നിങ്ങളുടെ കിട്ടുന്നില്ല. അപ്പൊ നാളെ ഇറങ്ങിക്കൊള്ള 2 ആളും. ഇക്ക ഞാൻ കൊണ്ടു തന്നോളാം. എന്ന് കൊണ്ട് തരുന്ന? നാളെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തന്നോളാം. ഉറപ്പാണോ? ഉറപ്പായി. അന്റെ വാക്ക് കേട്ടിട്ടാ ഞാൻ പോണേ. ഈ ഹിമാറിന്റെ വാക്ക് കേട്ടിട്ടല്ല കേട്ടോ. ഉണ്ടാവൂല. ഈ വേറെ ചൊല്ലുണ്ട, ഞാൻ പറഞ്ഞില്ല. അപ്പോ ഹിമാർ സമാധാനമായല്ലോ. നിങ്ങളോട് ഞാൻ അതെ, ഞാൻ ഓരോ ദിവസവും ഇത് അവസാനിപ്പിക്കണം എന്ന് ആലോചിക്കും. പക്ഷേ ആ കടയുടെ അടുത്തെത്തുമ്പോൾ അറിയാണ്ട് എടുത്തു പോകണ അടി. അതെ, ഇനി ഞാൻ ലോട്ടറി എടുക്കില്ല. അവസാനിപ്പിച്ചു. സത്യം, നിന്നാണ് സത്യം. ഇനി ഞാൻ എടുക്കില്ല. സത്യമായിട്ട് എടുക്കില്ല. സത്യമാണ്. സത്യേട്ടാ, ആരോ നോക്കിയിട്ട് ചുറ്റിച്ചാടി ലോട്ടറിയും പിടിച്ച് എന്തിനിങ്ങനെ ഇരിക്കുന്നേ? അത് ഒഴിവാക്കി വിടും. നിങ്ങൾക്ക് ഒരു വൃത്തി മനർന്ന് നടക്കുന്നില്ലേ? കിട്ടിയാ കിട്ടി, പോയാ പോയി. വെച്ചാ വിടുമ്പോ ചരച്ചോട്ടാ. ഈ 2 കുപ്പായത്തെ ചൂടുണ്ടാ? ഒന്ന് പറക്കി ചാടിയാ കൂട്ടി. ഈ പോടാ താവള പിടുത്തക്കാരൻ. മണ്ടേശി സ്റ്റേഷനിൽ പോയിട്ട് വരുന്നേന്ന്? സ്റ്റേഷനിലോ? പോയ കാര്യം എന്തായി? എന്താ പറയണേ? ഞാൻ ജോലിക്ക് പോയതാ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ? പോലീസ് സ്റ്റേഷനിൽ പോണെന്തിനാ? അപ്പൊ സംഭവം അറിഞ്ഞിട്ടിങ്ങ? എന്താ? മന്മതേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. എപ്പോ? ഉച്ചക്ക്. പോയി. അല്ല എന്തിനാ? ഈ സംഭവം അറിയില്ല. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഒരു അതെ, ഞാനൊരു 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. അതെ, പോലെ 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 എന്താ? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാ. ദൃശ്യം
പ്രിൻസിപ്പളാന്ന് തോന്നുന്നുണ്ട്. ആരാ? സാറേ മന്മഥൻ എന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? മന്മഥല്ല സാറേ, നമ്മുടെ മറ്റേ മന്മഥനില്ലേ, എളുപ്പം പൈസ ഉണ്ടാക്കാൻ നടക്കണോ. അയാളുടെ ആരാ? ഭാര്യയാണ്. എനിക്കൊന്ന് കാണണം. കാണോ? കൊണ്ടുപോടാ, അയാളെ കണ്ടോട്ടെ. ഇരിക്കി. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഇരിക്കണോ? ഇരിക്കി. വേറെന്താ പറഞ്ഞേ? മണ്ടോതിരി മണ്ടോതിരി എന്തെങ്കിലും ജോലിക്ക് പോകണ്ടോ? ടെക്സ്റ്റൈൽസിൽ പോണ്ട്. അപ്പൊ കുടുംബം കഴിയാനുള്ളതൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ? ഭർത്താവിന് എന്താ ജോലി? പെയിന്റ് പണിയാണ്, ഇടക്ക് പോകും. ഇടയ്ക്കേ പോകുള്ളൂ. പണിക്കൊന്നും പോവാനും വയ്യ, പെട്ടെന്ന് കാശുകാരനാവണം, അതാണ് മൂപ്പരുടെ ആഗ്രഹം അല്ലേ? അല്ല, പെട്ടെന്ന് പൈസ ഉണ്ടാവാൻ വേണ്ടി ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇനി ലോട്ടറി എടുക്കൂലെന്ന് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്. ആഹാ, അപ്പൊ ലോട്ടറി എടുക്കാറില്ല? ഇല്ല. പിന്നെ പെട്ടെന്ന് കാശുകാരനാവാൻ അയാൾ ഇപ്പൊ ചെയ്യണ ജോലി ചെയ്യണോണ്ട് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊണ്ടുപോവാ പോത്തുപോലെ അല്ല ഊളയൊക്കെ നിന്ന് കരയണണ്ട. തുണി താഴ്ത്തിട, അല്ലെങ്കിൽ സാറിനെ തുണി പൊക്കി കാണിച്ചെന്നുള്ള കേസും കൂടി നിന്റെ പേരിൽ എഴുതും. പറഞ്ഞേക്കാം. കാര്യം പറയടാ. സാധനം എവിടെ വെച്ചത്? അറിയില്ല സാറേ. സാറ് എന്ത് സാധനമാണ്? വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ? എന്താ വെള്ളിമൂങ്ങ എന്ന് കേട്ടിട്ടില്ലേ? സിനിമയല്ലേ? സിനിമയല്ല, ശരിക്കും വെള്ളിമൂങ്ങ. അതെന്താണ്? എന്റെ പെങ്ങളെ അവൻ വെള്ളിമൂങ്ങനെ വിൽക്കാണ്ടെന്നും പറഞ്ഞ് OLX പരസ്യം ഇട്ടേക്കണം. പണ്ടു സുലോചന കൊച്ചമ്മയുടെ മോൻ ബാബുരാജില്ലേ, ബാബുരാജ് എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ ഒരു വെള്ളി മൂക്കുണ്ട്, അതിന് വിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് വാങ്ങുന്ന ആളിന് നല്ല ഐശ്വര്യവും പൈസയൊക്കെ വരും എന്ന് പറഞ്ഞു. ചേടാ, ഈ വെള്ളിമൂങ്ങ കയ്യിലുള്ളവനെ സമ്പത്തും ധനമൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എന്തിനാണോ അതിന് വിൽക്കുന്നത്? അവന് കയ്യിൽ വെച്ചാ പോരെ? അവന് കാശിന് എന്തോ ചെറിയ ടൈറ്റ് ഉണ്ട്, അതുകൊണ്ടാ വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. വിറ്റ് കിട്ടുന്നതിന് 2 ലക്ഷം രൂപ എനിക്ക് കമ്മീഷൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. എന്റെ പൊന്നു പെങ്ങളെ, വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രാമ ഇവയൊക്കെ വംശനാശം നേരിടുന്ന ജീവികളാണ്. അതിനെ കൈവശം വെക്കുക, വിൽക്കാൻ ശ്രമിക്കുക ചെയ്താലുണ്ടല്ല, ഇവനൊന്നും വെട്ടം കാണൂല ആയുസില്. പറഞ്ഞു കൊടുക്കണ സാറിനോട് എവിടെ ഇരിക്കണത്? സത്യമായിട്ടും അങ്ങനെയൊന്നുള്ള ആളല്ല. എന്റെ പൊന്നു സാറേ, നല്ല ഒന്നാന്തരം പെയിന്റ് പണിക്കാരനാണ് ഈ നിൽക്കണത്. 2 വർഷം മുമ്പ് എങ്ങാണ്ട് 5000 രൂപ ലോട്ടറി അടിച്ചെന്നും പറഞ്ഞ് പിന്നെ ഒരു പണിക്കും പോയിട്ടില്ല. ലോട്ടറി എടുപ്പ് തന്നെയായിരുന്നു ജോലി. ഭാഗ്യദേവത വരുമെന്നും പറഞ്ഞ് അങ്ങനെ ഇന്നാളെ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്ത് ഇനി ലോട്ടറി എടുപ്പില്ല, ഞാൻ നന്നായിന്ന്. അപ്പൊ ഞാനോർത്ത് ശരിയായിട്ടുണ്ടാവുന്നു. ഇമാതിരി പരിപാടി കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സാറേ? അതിന് വെള്ളിമൂങ്ങയെന്നൊന്നും അറിയാൻ പാടില്ല. കാക്ക ഏതാണ് കോഴി ഏതാണെന്ന് പോലും മര്യാദക്ക് അറിയാൻ പാടാത്ത മനുഷ്യനാണ്. എന്നിട്ട് അവൻ വെള്ളിമൂങ്ങനെ വിൽക്കാൻ OLX ഇട്ടേക്കണം. OLX? നിങ്ങൾ ആരാണ് OLX കയറ്റിയത്? ബാബുരാജ് എന്നോട് പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്ത്. അവന്റെ ബാബുരാജ്, അവനെ ഞങ്ങൾ പൊക്കുന്നുണ്ട്. ഇവനെ പോലെ ഒരുപാട് പേരുണ്ട്. ജോലിക്കും വേലയ്ക്കും പോകാണ്ട് പെട്ടെന്ന് കാശുകാരനാവാൻ വേണ്ടി കയ്യിലുള്ള കാശ് മുഴുവൻ ലോട്ടറി ഷീറ്റ് എടുത്ത് കളയാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഉടായ്പ ചെന്ന് ചാടുക. എടാ, അധ്വാനിച്ച് സമ്പാദിക്കണം. മറിമായം